വണ്ടി എടുത്തപ്പോഴേ നിന്നോട് പറഞ്ഞു പശുപതി എന്നാടാ എടാ ഷോയെ അനെന്താ ഒന്നും മിണ്ടാത്ത എടാ അച്ഛനെന്താ പറഞ്ഞേ പറയടാ നീ ഇങ്ങനെ മിണ്ടാതിരിക്കാതെ എന്തിനാ വിളിപ്പിച്ചെന്ന് പറ. നീ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെയാണല്ലോ വിളിപ്പിക്കുക. നിങ്ങൾക്ക് ആർക്കൊരു കുഴപ്പമില്ലല്ലോ. അതല്ലടാ. എന്തല്ലടാന്ന്? ഞാൻ പെട്ടത് ഒറ്റയ്ക്കാ. ആ മറ്റേ മോൻ കാരണം. കോപ്പേ ഞങ്ങൾ 4 പേരില്ലടാ, പിന്നെ നീ എങ്ങനെ ഒറ്റയ്ക്കാവുന്നേ? 4 പേര് അത് ഞാൻ കണ്ടതാ. എടാ നാട്ടിലും വീട്ടിലും നമ്മളെല്ലാവരും നോട്ടപ്പുള്ളികളാണ്. ഇന്നാ ഗുജറാത്തിനെ കാണില്ലല്ലോ, എവിടെ പോയാ? നിങ്ങൾ പിന്നെയും തുടങ്ങിയില്ലേ പരിപാടി? നിങ്ങൾ 4 ആളെ ഇതുപോലെ ഒരു വലന്റെ ഉള്ളിലാന്നുള്ള ചിന്ത ഇങ്ങൊക്കെ ഉണ്ടായിക്കോട്ടോ. വന്ന് ഈ മൈ വരെ ട്രോളി. രൂപേഷിന്റെ അച്ഛൻ നോക്കി നിൽക്കാതെ വണ്ടി കയറാം. എടോ താൻ്റെ മോനിപ്പോൾ എവിടെയുണ്ട്? അവനിപ്പോഴും ആ കൂട്ടു തന്നെയാണോ? അല്ല സാർ. എടാ അവനെ ഞാൻ ആ കേസിൽ പ്രതിയാക്കായിരുന്നത് ഷെഫീക്ക് പറഞ്ഞിട്ടാ. ഇനി അവന് മാതിരി പണിക്ക് വന്ന ചവിട്ടിവൻ്റെ നാട്ടിൽ ഞാൻ ഓടിക്കും. എന്ത് ചെയ്യാനാ സാർ, നാടും വീടും മുടിപ്പിക്കാനായിട്ടുണ്ടായവൻ. എടോ ദിനേശ, തൻ്റെ മോൻ്റെ മേലൊരു കണ്ണുണ്ടാവണം. ഇനി അവനൊരു കേസിൽ പ്രതിയായാലേ സംഗതി എൻ്റെ കയ്യിൽ നിൽക്കില്ല. ആ വണ്ടിന്റെ എഞ്ചിൻ അയക്കടാ. ആ പോലീസുകാരൻ ചെക്കൻ്റെ കൂടെ തണ്ടി തിരിഞ്ഞ് നടക്കണ്ടേ? ഇവിടെ നിന്ന് പണിയെടുത്തോളണം. ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാനായിട്ട് തെണ്ടി തിരിഞ്ഞ് നടന്നോളൂ. ആ കലുങ്കിന്റെ അടുത്തെങ്ങാനും നിന്നെ ഞാൻ കണ്ടാല് നിന്റെ മുട്ടുകാലം ഞാൻ തല്ലുപിടിക്കും. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പണിയെടുത്തോളണം. അവൻ്റെ ഒരു കമ്പനി പറക്കും. എല്ലാം ഞാൻ ശരിയാക്കി തരാം. ഇതെന്ത് പൊടിയാണിത്? കുറച്ച് വെള്ളം ഒഴിച്ച് മുറ്റടിക്കണി. എന്നാ നീ തന്നെ അങ്ങ് തൂക്കിക്കോ. വരയ്ക്കാൻ പറഞ്ഞു.